കളറോ അങ്ങനത്തെ ആഡ് ചെയ്യില്ല. 10-15 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ വർക്കായി. അത് കഴിഞ്ഞാൽ പിന്നെ മഴയായി. പിന്നെ നമുക്ക് ഒരു 5-6 മാസത്തേക്ക് അധികം ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു സുവർണ അവസരമാണ്. ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ അവിടെയുള്ള ഒരു വലിയൊരു എക്സിബിഷൻ. ആ എക്സിബിഷൻ വന്ന് കണ്ടാൽ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരുപാട് ഫുഡ് അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത്രയും മനോഹരമായുള്ള ഒരു ഫുഡുകളാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ ഇന്നവരെ കാണാത്ത ഫുഡുകൾ വരെ അവിടെയുണ്ട്. എല്ലാം കുടുംബശ്രീകൾ വളരെ വൃത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് പ്രിപ്പറേഷൻ ചെയ്ത് തരുന്നതാണ്. നമുക്ക് വളരെ വിശ്വസിച്ച് കഴിക്കാം. ഒരു കളറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് നല്ല എണ്ണയിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വളരെ പൈസ കുറവുള്ളൂ. എല്ലാം നമ്മുടെ അവിടെ വന്ന് കാണാം. അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ ചൂട് സമയത്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എ സിയുടെ ഉള്ളിൽ നമുക്ക് ഓരോ സ്റ്റാളുകളും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പലതും കണ്ട് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളുണ്ട്. ഇനിയിപ്പോൾ കാറ് വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള പറ്റിയ സ്ഥലങ്ങളാണ്, അവിടെ സ്റ്റാളുകളുണ്ട്. എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു ആഘോഷമാണ്. തൃശ്ശൂർ പൂരം നന്നായി നടന്നില്ലെങ്കിൽ ഇവിടെ അതിനേക്കാളും വലിയ തൃശ്ശൂർ പൂരം നടക്കണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടികളൊക്കെ കൊണ്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നല്ല കാര്യമാണ്. നല്ല ഫുഡുകളൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു വൈകിട്ട് ഇവിടെയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു വൈബാണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നുണ്ട്, ഈ ഫുഡിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഫുഡ് എങ്ങനെ വയ്ക്കുന്നു, ഫുഡിനെ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്നു, ഫുഡ് എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തരുന്നു, ഇതൊക്കെ ഇവർ ചോദിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവരെ ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ എത്ര ദിവസമുണ്ട്? ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കംപ്ലീറ്റ് നല്ല വൃത്തിയുണ്ട്. എല്ലാം വെറൈറ്റി ഫുഡാണ്. ഇതെങ്ങനെ പൈസയും കുറവ്, ഇതെങ്ങനെ പറ്റണേ? കളറോ അങ്ങനത്തെ ആഡ് ചെയ്യില്ല. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന പോലെ തന്നെ. പക്ഷെ ഭക്ഷണമൊക്കെ വളരെ വെറൈറ്റിയാണല്ലോ. നമ്മൾ കാണാത്ത പൈസയൊക്കെയാണല്ലോ ഓരോ സ്റ്റാളിലും. അതിനെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? എത്ര ദിവസമുണ്ട്? നിങ്ങൾക്കോട്ട് റെൻറ്റ് കൊടുക്കണോ? 20% കൊടുക്കണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കുടുംബശ്രീക്ക് എടുക്കാം. എന്തായാലും ആൾക്കാർക്ക് വൈകുന്നേരം വന്ന് നല്ല ഫുഡ് കഴിക്കാം. കലർപ്പില്ലാത്ത മായില്ലാത്ത വൃത്തിയിൽ എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചാണ് പാകം ചെയ്യുന്നത്. ഹോട്ടലിലെ പോലെ അടുക്കളയിൽ കൊണ്ടുപോയി ചെയ്തിട്ട് പഴയതും പുതിയതും തരുന്നല്ല. നല്ല എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നത്. നല്ല എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് വേണ്ടത്. ഇത് ഫോറിൻ രാജ്യത്തൊക്കെ ഉള്ള ഈ സാധനങ്ങളാണ്. ഇങ്ങനെ എല്ലാവരും ആൾക്കാരെ കാണിച്ച് പാകം ചെയ്യുക. നല്ല വില. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും.